നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നിങ്ങളോടൊപ്പം ആശാ ശരത്. റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. വണ്ടർഫുൾ. പണി തരുമോ? തരും. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ആദ്യമായിട്ട് തൊട്ടടുത്ത് കണ്ടിട്ടുള്ള സിനിമാ നടൻ ജയറാമായിരുന്നു. ഗീതാ പ്രഭാകർ ഇതിന്റെ ഒപ്പം വരാനിരിക്കുന്നുണ്ട്. എന്താണ് ആളിപ്പോ? ഞാനും ഈ ഏപ്രിൽ 2 വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. ഉത്തരം കിട്ടിയില്ല. ആശാ ശരത് ഇസ് ബാക്ക് വിത്ത് ആശകൾ 1000. എനിക്ക് തോന്നുന്നു ഇതുപോലൊരു ക്യൂട്ട് കണക്ഷൻ സ്വന്തം പേരുമായിട്ടുള്ള ഒരു ടൈറ്റിൽ കാർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമ്പോൾ തന്നെ ഐ തിങ്ക് ദ മൂവി ഈസ് വെരി സ്പെഷ്യൽ ഫോർ യു അല്ലേ? താങ്ക് യു സോ മച്ച്. അതിനകത്ത് ആശ എന്ന് തന്നെയാണ് കഥാപാത്രത്തിന്റെ പേരും. ഓ, ഈ ആശ മാത്രമല്ല, അതും ആശയാണ്. ഇത് ആശാ ശരത്, അത് ആശ ഹരിഹരൻ. അത്രേ ഉള്ളൂ വ്യത്യാസം. എങ്ങനെയുണ്ട് ബാക്ക് ഓൺ സെറ്റ്? ഇറ്റ്സ് വെരി വെരി ഫണ്ണി ആയിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്തൊരു ഫുൾ എൻ്റെ ഷൂട്ട് ഭയങ്കര എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു ജെൻസി പറഞ്ഞാരി ഫുൾ ഹാർട്ടഡ് ആയിട്ട് ചെയ്ത ഒരു സിനിമയായിരുന്നു. ഓൾവേസ് അതിൻ്റെ ഇങ്ങനെ ഓർമ്മകളൊക്കെ ഈ നിമിഷവും അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നു. അപ്പോൾ ആശാ ശരത്, ആശ ഹരിഹരൻ, വെൽക്കം ടു റേഡിയോ മാംഗോ. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു റേഡിയോ മാംഗോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും സന്തോഷം RJ ആശ ആയിട്ട് ഇൻവൈറ്റ് ചെയ്യാനും കൂടെ ഒരു സന്തോഷം. ശരിക്കും വിൽ സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. എനിക്കൊരു കൗതുകം തോന്നിയ കാര്യം അതാണ്. ഇതിനു മുമ്പ് റേഡിയോ ഒത്തിരി മുമ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വാട്ട് വാസ് യുവർ ലൈൻ? ലൈക്ക് എങ്ങനെയാണ് ഷോയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്? എന്താണ് ശബ്ദം? എന്തായിരുന്നു പേര്? അപ്പൊ നിങ്ങളൊക്കെ സംസാരിക്കുന്ന രീതി ഇത്ര കാഷ്വൽ ആയിട്ടുള്ള ഒരു സംസാരമായിരുന്നില്ല. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നിങ്ങളോടൊപ്പം ആശാ ശരത്. ഇന്ന് നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈ ഒരു വൈബായിരുന്നു. അതിൻ്റെ കൂടെ പക്ഷേ ഞങ്ങൾ ഒരുപാട് റേഡിയോ നാടകങ്ങൾ ചെയ്യുമായിരുന്നു. പല ക്യാരക്ടേഴ്സായിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ പല തീം എടുത്തിട്ട്, ഇപ്പം രൂപങ്ങൾ ഭാവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എൻ്റെ ജയാന്നുണ്ട് എൻ്റെ സുഹൃത്ത് ചെയ്തിരുന്നു. ഞാനൊരു ഹംസഗീതം എന്നൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. അത് ബേസിക്കലി നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള എല്ലാവരും ഈ ഒരു മിസ്സിങ് മോഡിലാണല്ലോ UAE-യും കേരളവും തമ്മിലുള്ള. അപ്പോൾ അവിടെ നിന്നിപ്പോൾ ഭാര്യ ഭർത്താവിന് എഴുത്തെഴുതുന്നു. അതൊരു ഹംസം കൊണ്ടുവന്ന് നാട്ടിൽ വന്നത് ഭർത്താവിന് കൊടുക്കുന്നു. അതിൻ്റെ റിപ്ലൈ എന്താണ് പറയുന്നതെന്ന് ഹംസത്തിനോട് പറഞ്ഞ് ഹംസം തിരിച്ചു പറയുന്നു. അതൊരു പാട്ടിലൂടെ. ഇങ്ങനെയൊക്കെയുള്ള തീം ബേസ്ഡ് പ്രോഗ്രാംസ് ഒക്കെ ധാരാളം ചെയ്യുമായിരുന്നു. സോ എവറിത്തിങ് ഈസ് സ്റ്റുഡിയോ കാണുമ്പോൾ എനിക്ക് അങ്ങനെ മിസ് ചെയ്യുന്നു. ഇപ്പം പഴയ പണി മിസ് ചെയ്യുന്നു. ഇപ്പോൾ ആശാ ശരത് RJ ആണെങ്കിൽ നമുക്ക് ആശകൾ 1000-നെ പറ്റി തന്നെ ഒരു ലിങ്ക് പറയാം. ഇപ്പൊ നിങ്ങളൊക്കെ പറയുന്നവരെ പറയണേ, ഹേയ് നിങ്ങളോടൊപ്പം ആശാ ശരത്. ആശകൾ 1000 എന്ന് പറയുന്ന മനോഹരമായ ചിത്രം വരാൻ പോകുന്നു. ജയറാമും ആശാ ശരത്തും കാളിദാസും മുഖ്യ കഥാപാത്രങ്ങളാവുന്ന ഈ ചിത്രം ഫെബ്രുവരി 6-ാം തീയതി തിയേറ്ററുകളിൽ എത്തുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒരു നാട്ടിലെങ്ങും പാട്ടായും കൂടി പറഞ്ഞു. റേഡിയോ മാംഗോയിലല്ലേ നമ്മൾ? ഓക്കെ, അപ്പം എന്താ റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. വണ്ടർഫുൾ. പണി തരുമോ? ഇപ്പൊ തരും. സെലിബ്രിറ്റി RJ ആയിട്ട് എടുക്കും. കമ്മിങ് ബാക്ക് ടു ആശകൾ 1000, ഈ പറഞ്ഞ പോലെ കാസ്റ്റിന്റെ കാര്യത്തിൽ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള 10-23 വർഷങ്ങൾക്ക് ശേഷം അച്ഛനും മോനും ഒന്നിക്കാണ്. ആ കൂട്ടത്തിൽ അതേ നാട്ടുകാരി, അതെ പെരുമ്പാവൂരുകാരി ജയറാമേട്ടനെയൊക്കെ കണ്ടു വളർന്ന ഒരാള് നായികയായി വരികയാണ്. എന്തൊക്കെയാണ് ഈ സിനിമയെ പറ്റിയുള്ള പ്രതീക്ഷകൾ? എന്തൊക്കെയാണ് ആശകൾ? ഒരുപാട് ആശകളുണ്ട്. ഒരു മനോഹരമായിട്ടുള്ളൊരു കുടുംബചിത്രമാണ്. കുടുംബചിത്രം എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഫാമിലിയിലും അവരുടെ സുഹൃത്തുക്കളിലും ആ സമൂഹത്തിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചിത്രമാണ്. ഇപ്പോഴത്തെ ജെൻസി കിഡ്സിന് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിത്രമാണ്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ജനറേഷനിലുള്ളവർക്കും. സോ ഒരുപാട് ആശകളോടുകൂടി ഞങ്ങളും കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. ഇറ്റ് വിൽ ബി എ ഫൺ കുടുംബചിത്രം, എ ഫീൽ ഗുഡ്, എ സ്മോൾ ഫിലിം. ഓക്കെ, നമ്മൾ ആ ടീസറിൽ കാണുന്ന ആ ഒരു പഞ്ച് ഡയലോഗും അതിലെ ഒരു പവറും ഇച്ചിരി ഉള്ളെങ്കിലും നമ്മളത് കാണുന്നുണ്ട്. ആ ഒരു വൈബിലാണോ, ആ ഒരു അതോറിറ്റിയിലാണോ ക്യാരക്ടർ മൊത്തം പിടിച്ചു പോകുന്നത്? അവരുടെ ലോകം, ആശയുടെ ലോകം എന്ന് വെച്ചാൽ, ആശയ്ക്ക് വേറെ കഴിവുകളുണ്ടോയെന്ന് ആശയ്ക്ക് പോലും അറിഞ്ഞൂടാ. ആ ആശയ്ക്ക് അറിയില്ല. ആശയ്ക്ക് കുക്കിംഗ്, അതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അപ്പോൾ കുടുംബത്തിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്നാൽ കുറച്ച് അച്ചാർ തുടങ്ങിക്കളയാം. ആദ്യം അച്ചാർ ഒരു ബിസിനസ്സായിട്ടൊന്നും അല്ല ചെയ്യുന്നത്, പക്ഷെ കുറച്ചൊരു കാശിന് ആവശ്യം വരുമ്പോൾ അതൊരു ബിസിനസ്സായിട്ട് ചെയ്താലോ, അങ്ങനെയൊക്കെ നോക്കുന്ന കുടുംബവും കുടുംബത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു പാവം ഒരു സ്ത്രീയാണ്. ചെറിയ പൊങ്ങച്ചൊക്കെ ഉള്ള, അത്യാവശ്യം എൻ്റെ മോൻ അങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആണോ അല്ലയോ വാട്ടെവർ ഇട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വി ആർ സംതിങ്, ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, ഞങ്ങൾ വളരെ സന്തുഷ്ടരാണെന്ന് ആണെങ്കിലും അല്ലെങ്കിലും മറ്റുള്ളവരെ അങ്ങനെ അത് പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്ന ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ ആശ. നമ്മൾ പ്രേക്ഷകരെന്ന നിലയിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് കാളിദാസ്, ജയറാം ഇവരെ ഓൺ സ്ക്രീൻ കാണാനായിട്ട്. അപ്പോൾ അവർ ഓൺ സ്ക്രീൻ കാണുന്നു, ഓഫ് സ്ക്രീൻ അവരൊപ്പം ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആ ഒരു ഡൈനാമിക്സിന്റെ ഇടയിൽ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഒരു ഭയങ്കര ചില്ലായിട്ടുള്ള അച്ഛനും മോനുമാണ്. ഒരു അച്ഛൻ മകൻ, ആ ഒരു റെസ്പെക്ട് ഓഫ് കോഴ്സ് ഉണ്ടാവും, പക്ഷെ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഒന്നും നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല.
എൻ്റയർ ഫിലിം ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. സിനിമയിലേക്ക് അകത്തും പുറത്തും ആ ഒരു വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എന്തും പറയുന്ന, എന്തും ധൈര്യമായി പറയുന്ന ഒരു അച്ഛൻ മോൻ റിലേഷനാണ്. പ്രത്യേകിച്ച് പാർവതിയും വരുമായിരുന്നു ലൊക്കേഷനിൽ. അപ്പം അതും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറയായിരുന്നു, എനിക്ക് പകരം പാർവതി ആയിരുന്നുകൊണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ ഞാൻ ഓ എന്ന് പറയുമായിരുന്നു കുറച്ചുകൂടെ. പക്ഷെ പാർവതി വരുമ്പോഴും ചോദിക്കുന്നത്, പാർവതിയുമായിട്ടും ഇവർ ഭയങ്കര ക്ലോസ് റിലേഷനാണ് എല്ലാവരും. ഐ മീൻ മക്കളൊക്കെ ചക്കിയും വരുമായിരുന്നു ലൊക്കേഷനിൽ. സോ അവരുടെ ആ ഒരു ഫാമിലിയുടെ ഡൈനാമിക് നമുക്ക് കണ്ടിരിക്കാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ശരിക്കും ഫാമിലി മൂവി തന്നെയാണ്. ആ ശരിക്കും അവരുടെ ഫാമിലി വരുമായിരുന്നു. എൻ്റെ ഫാമിലി ശരത്തേട്ടനും ഒരാൾ പങ്കുമില്ല, അമ്മ വരുമായിരുന്നു, എൻ്റെ അമ്മ വരുമായിരുന്നു, എൻ്റെ ശരത്തേട്ടൻ്റെ അമ്മയച്ഛനും വരും. സോ ഇറ്റ്സ് എ ഫാമിലി തന്നെയായിരുന്നു. ഇവരൊക്കെ എറണാകുളത്ത് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിക്കാൻ പറ്റുമായിരുന്നു. സോ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ തന്നെ നടന്ന ഒരു ഫാമിലി മൂവിയാണ്. വണ്ടർഫുൾ. അപ്പോൾ ഇതുപോലെ എല്ലാവരും സെറ്റിൽ ഒരുമിക്കുമ്പോൾ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു മെമ്മറബിൾ മൊമെന്റ് ഫ്രം സെറ്റ് എന്തായിരുന്നിരിക്കും? ഏറ്റവും കൂടുതൽ ലൊക്കേഷൻസിൽ ഞാനും ജയറാമേട്ടനും സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇരുന്നാലും മറ്റുള്ളവർ ഇരുന്നാലും ഞങ്ങൾ മറന്നു പോകുമ്പോൾ പറയുന്ന കാര്യം പെരുമ്പാവൂരിൻ്റെ കാര്യം. പെരുമ്പാവൂർ നമ്മുടെ അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ കാര്യം, അവിടുത്തെ ഇന്ന കാര്യം, അവിടെ ആന എഴുന്നള്ളിച്ച കാര്യം, അവിടുത്തെ അരുൺകുമാറിൻ്റെ ആനയുടെ കാര്യം, പിന്നെ ഞങ്ങളുടെ നാട്ടിലെ അപ്സര ബിരിയാണിയുടെ കാര്യം. ഇപ്പോൾ സഫീർ ആശ ഉണ്ടാവുന്നതിന്, ആശയൊക്കെ ചെറുതായിരിക്കുമ്പോൾ മറ്റേ അവിടെ അങ്ങനെ ഇന്ന അമറിലെ ഇത് കഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കഴിച്ചിട്ടുണ്ടോ. ഇവരുടെ ജയറാമേട്ടൻ്റെയൊക്കെ ഫ്രണ്ട്സും ഒക്കെ ഞാൻ ചേട്ടന്മാരെന്ന് വിളിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ചന്ദ്ര ബാൽചേട്ടൻ, മേനോൻ ചേട്ടൻ, ശ്രീചേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഞങ്ങളൊരു സർക്കിളാണ്. അവരുടെ വിശേഷം, എല്ലാവരുടെ ശരിക്കുള്ള പേര് പറഞ്ഞാൽ ചിലപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല, എല്ലാവരും നിക് നെയിംസ് പറഞ്ഞാൽ അറിയും. മറ്റേ ആ സമയിലെ മറ്റേ നിങ്ങൾക്ക് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത ഒരു ലൊക്കേഷൻ. അപ്പോൾ ഈച്ച് ആൻഡ് എവറി മൂമെൻറ്റ്, ഒരു ബ്രേക്ക് ടൈമിലുള്ള മൂമെൻ്റ് ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ബേസിക്കലി പുറത്ത് നിൽക്കുന്നവർക്ക് ഇത് ഏത് യൂണിവേഴ്സ് അപ്പൊ തുടങ്ങും ബാക്കിലൊരു പെരുമ്പാവൂർ എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും അത് ഞങ്ങൾക്ക് ബോറടിക്കാത്തൊരു കാര്യമാണ്. പെരുമ്പാവൂരുകാർക്ക് അത് മനസ്സിലാവും. കേട്ടുകൊണ്ട് പെരുമ്പാവൂർ ഇരിക്കണമെങ്കിൽ അവർക്കും മനസ്സിലാവും. ശരിക്കും ഒരു ഫാൻ ഗേൾ മൊമെന്റ് ഉണ്ടായിരുന്നോ ജയറാമേട്ടനോട് അഭിനയിക്കുമ്പോൾ? പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ആദ്യമായിട്ട് തൊട്ടടുത്ത് കണ്ടിട്ടുള്ള സിനിമാ നടൻ ജയറാമേട്ടനാണ്. നമ്മൾ പുതിയ സിനിമാ നടൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കി കണ്ടിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ജയറാമേട്ടൻ സിനിമയിൽ ഓൾറെഡി വലിയൊരു സ്റ്റാറാണ്. ഞങ്ങളുടെ കോളേജ് ഉദ്ഘാടനത്തിന്, ആർട്സ് ക്ലബ്ബിൽ ഉദ്ഘാടനത്തിന് ജയറാമേട്ടനെ കൊണ്ടുപോയി ഞാൻ ഉദ്ഘാടനം ചെയ്യിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കോളേജിൽ തന്നെ ജയറാമേട്ടൻ്റെ അനീതി പഠിച്ചു, മഞ്ജു. വേറെ എൻ്റെ 1 year ജൂനിയർ ആയിരുന്നു മഞ്ജു. ഒരുമിച്ച് ആ കോളേജിലൊക്കെ പോയിക്കൊണ്ടൊക്കെ ഇരുന്നു. അപ്പോൾ അങ്ങനെ മഞ്ജുവിന് ത്രൂ ജയറാമേട്ടനെ വീട്ടിൽ പോയി കണ്ടു ക്ഷണിച്ച് ഞാൻ കോളേജിൽ കൊണ്ടുപോയി. ആ കാലത്തെ ആ ഒരു ആരവം, പെൺകുട്ടികളുടെ ആരവമൊക്കെ നേരിട്ട് കണ്ട് ആസ്വദിച്ച ഒരു ഫാൻ ഗേൾ മൂമെൻറ്റ് ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ സെറ്റിലാ ചോദിക്കുന്നത്, ഒരുമിച്ച് അതിന് ആ ആളുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഓക്കെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം, അഭിമാനം. ഇതിന് മുമ്പ് ഒരു തെലുങ്ക് സിനിമയാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിനകത്ത് ഞങ്ങൾക്ക് അധികം കോമ്പിനേഷൻസ് ഇല്ല. അദ്ദേഹം അതിനകത്തൊരു ക്രിമിനലും ഞാൻ പോലീസുമായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് നൈസ്. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയ, ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് കണ്ട സിനിമാ നടൻ്റെ കൂടെ അഭിനയിച്ച ഒരു സന്തോഷം. എനിക്ക് ആശകളായിരത്തിൻ്റെ ടീസറിൻ്റെ ഒരു ചെറിയ ഭാഗം കണ്ടപ്പോൾ എവിടെയോ മനസ്സിലിങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നത് അനുരാഗ കരിക്കിൻ വെള്ളമാണ്. എനിക്ക് തോന്നുന്നു പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അനുരാഗ കരിക്കിൻ വെള്ളം ഈ വർഷം കൃത്യം 10 വർഷമാവുന്ന സമയമാണ്. എനിക്ക് ഞാനിപ്പോ അത് ഗൂഗിൾ ചെയ്തപ്പോ എന്റെ തോട്ട് അതായിരുന്നു, 10 വർഷം മുമ്പുള്ള പോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ടല്ലോ. ഞാൻ 10 കൊല്ലം അറിഞ്ഞിട്ടില്ല. എനിക്കത് ആ ഒരു വിഷ്വൽ, മാമിന്റെ ഫേസ് കാണിക്കുന്ന ഒരു വിഷ്വൽ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ അനുരാഗ കരിക്കിൻ വെള്ളത്തിനെ പോലെ തന്നെ ഇരിക്കുന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ലുക്ക് ആണെങ്കിലും ഡു യു നോട്ട് ഏജ് ഓർ സംതിങ്? അയ്യോ ചുമ്മാ തോന്നാണ്. അനുരാഗ കരിക്കിൻ വെള്ളത്തിലെ സുമയും ആശയും തമ്മിൽ കഥാപാത്രം വൈസ് ഒരു വ്യത്യാസമില്ല. ഒരു വീട്ടിൽ നടക്കുന്ന സംഭവം എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ശരിയാണ്, അതിനകത്ത് ബിജു മദ്യപിക്കുന്ന ആളാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതിൽ അങ്ങനത്തെ ഒരു കഥാപാത്രമൊന്നും അല്ല. ടോട്ടൽ ഡിഫറെൻ്റ് ആണ്. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ഒരു കെമിസ്ട്രിയും ഒന്നും. അതിൽ ഭയങ്കര പേടിയല്ല സുമയ്ക്ക്, രഘുവിനെ പേടിയാണ്, സംസാരിക്കാനൊരു ടെൻഷനാണ്. ഇവർക്ക് അങ്ങനെയൊന്നുമല്ല. ഇവർ ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, കുറച്ചൊരു ജെൻസി കിഡ്സിന്റെ മമ്മിയാണ്. യോ പറയുന്ന മമ്മിയാണ്. ഇനി കുറച്ച് സീരിയസ് മമ്മിയിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ എക്സ് പോലീസ് ഓഫീസർ ഗീതാ പ്രഭാകർ ഇതിൻ്റെ ഒപ്പം വരാനിരിക്കുന്നുണ്ട്. എന്താണ് എന്താണ് ലൈഫിൽ എന്തായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ പറയുമ്പോൾ ആദ്യം അഭിനയിക്കുന്ന സമയത്ത് പോലീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള ആളായിരുന്നല്ലോ. ഇപ്പൊ 3 സിനിമകളിലായി വീണ്ടും ബാക്ക് ടു ബാക്ക് ഇത്രയും പവർഫുൾ ഒരു ജോലി റിസൈൻ ചെയ്തില്ലേ? ഇപ്പൊ പണിയില്ലല്ലോ. ഇപ്പൊ ഭർത്താവൊക്കെ ആയിട്ട് ചോദിക്കുന്നു. പണിയില്ല, കഴിഞ്ഞ സിനിമയിലും പണിയില്ലല്ലോ. പണി അന്നേ റിസൈൻ ചെയ്തല്ലോ. ശരിക്കും ജീവിതത്തിൽ പേടിയൊക്കെ മാറിയോ പോലീസുകാർ? എന്നാൽ ഇപ്പോഴും ഞാൻ പോലീസ് മലയാളത്തിൽ ചെയ്യുന്നില്ല എന്നല്ലോ. ഞാൻ മറ്റു ഭാഷകളിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പോലീസ്, നല്ല രസത്തിലുള്ള പോലീസ് വരുമ്പോഴൊക്കെ ശ്രമിക്കാറുണ്ട്. മലയാളത്തിൽ പുതിയൊരു പോലീസ് ട്രൈ ചെയ്യാനുള്ള ധൈര്യം ഇതുവരെ ആയിട്ടില്ല. ഞാൻ വേറെ സിനിമകളൊന്നും പോലീസായിട്ട് ചെയ്തിട്ടില്ല. ജോർജ് കുട്ടി പറയുന്ന പോലെ ഇനിയിപ്പോൾ ഏപ്രിൽ കഴിയുന്നവരെ റിലീസ് വരുന്നത് വരെ തിരിച്ചും മറിച്ചും ദൃശ്യം 3യുടെ കഥ അല്ലെങ്കിൽ സ്പോയിലറൊക്കെയാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ പറയുന്ന പോലെ ഒരു ട്രെയിനിങ് ഒക്കെ ആവശ്യമുണ്ട്. ഹൗ ഡു യു സ്റ്റേ അവേ ഫ്രം
നോട്ട് ഗിവിംഗ് എനി സ്പോയിലർ. അല്ല, ഞാനും ഈ ഏപ്രിൽ 2 വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. ഉത്തരം കിട്ടിയില്ല. കാത്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഞാനും കാത്തിരിക്കുന്നു. ഇപ്പൊ ഗീതാ പ്രഭാറിന് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചില്ല, അതുപോലെ തന്നെ ഞാനും വിചാരിക്കും എന്ത് പറ്റിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. എന്ത് ചെയ്യുന്നു പാവന്നല്ല, എന്നാലും എന്ത് പറ്റിയിട്ടുണ്ടാവും ഇങ്ങനെ ആലോചിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ. ഓൾസോ നമ്മൾ ഈ പറയുന്ന സിനിമാ നടി, ടീച്ചർ, അമ്മ എന്നുള്ളതിൻ്റെ ഒക്കെ ഒപ്പം ഇപ്പൊ ഇൻസ്റ്റാഗ്രാം സ്റ്റാറും കൂടിയാണ്. നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റാറോ? ഫുൾ ഫാമിലി റീൽസ്, ഡാൻസ് റീൽസ് ഒക്കെ ആയിട്ട് ഇറങ്ങുന്ന ആൾക്കാരാണ്. കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. എനിക്ക് തോന്നുന്നു എപ്പോഴും ഫാമിലി ആയിട്ട് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും കാണാൻ ഒരു രസമാണല്ലോ. അതിൻ്റെ ഒപ്പം ആരാണ് ഈ കൂട്ടത്തിൽ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്? ഇന്ന പാട്ട് ചെയ്യാം, ഇന്നത് ശരിയായില്ല, ടേക്ക് ഓക്കെ ആക്കുന്ന ആരാണ്? എന്താണ് 100% ഞാനല്ല, ഞാനേ അല്ല. ഇതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ പുറകിലുള്ളത് പങ്കുവാണ്. മൂത്താൾ ഉത്തരയാണ്. അമ്മു അല്ല, ഞാനും അല്ല, ശരത്തേട്ടനും അല്ല. എല്ലാ ദിവസവും പ്രോഗ്രാം പെർഫോമൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്സുള്ളൊരു കാര്യമാണ്. 2 മണിക്കൂർ കളിക്കുന്ന മുമ്പ് അതിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെത് മര്യാദയ്ക്ക് കളിച്ചിറങ്ങണം, എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ കളിക്കുന്ന മുമ്പ് എന്നോട് റീലെന്നോ അല്ലെങ്കിൽ എന്നൊക്കെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇവിടെ ഓടിക്കും. അപ്പം ഇങ്ങനെ എന്നൊക്കെ അമ്മുവും എല്ലാം കൂടെ ഇങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഷോ കഴിയുമ്പോൾ ഏകദേശം 11-12 മണിയാവും. 12 മണിക്ക് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി. അവരുടെ പ്രായമല്ലല്ലോ എനിക്കെന്ന് ഞാൻ അവരോട് പറയും. എവിടെയെങ്കിലും ഒന്ന് പോയി ഒന്ന് ഇരിക്കാം, ഒന്ന് മേക്കപ്പ് ഒക്കെ ഒന്ന് ഊരാം എന്ന് പറയുമ്പോൾ അമ്മ ഒരു ജിങ്കി ചെക്കാന്നൊക്കെ പറഞ്ഞ് ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ലടേ, എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇതിൽ അപ്പം ശരത്തേട്ടനും കൂടെ കൂടും. വി വിൽ ഡു ഇറ്റ്. അവൾക്ക് മേക്ക് ഹർ ഹാപ്പി. മെയിൻലി പങ്കുവിനെ ഹാപ്പി ആക്കാനും അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ സന്തോഷത്തിന് ജോയിൻ ചെയ്യുന്നതാണ് ശരത്തേട്ടൻ. പക്ഷെ അവസാനം ശരത്തേട്ടൻ സ്റ്റാർ അല്ലേ? കമന്റ്സിൽ മുഴുവൻ അച്ഛനായിരിക്കും. ശരത്തേട്ടന് ഡാൻസും പാട്ടും ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല, കലയായിട്ടുള്ള ബന്ധം ഞാൻ മാത്രമാണ്. പക്ഷേ എന്തൊക്കെയോ ചുമ്മാ രസത്തിന് ഇവരത് പോസ്റ്റ് ചെയ്യുമെന്ന് പോലും അറിയില്ല. എന്നോട് നീ ഇവിടെ നിന്ന് ഞാൻ ഒളിച്ചു നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് തമാശ അവളെ സന്തോഷിപ്പിക്കാൻ ചെയ്യുന്നതാണ്. ഫാമിലിനെ ഒരു ഹാപ്പിനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിൽ ചെയ്തതിൽ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ഡാൻസ് റീൽ ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുണ്ട്. ആവശ്യത്തിലെ ഇങ്ങനെ തൂണ് മാറുന്നില്ലേ, കരിങ്കാലി. അത് ഞാനും അമ്മും പങ്കും നിന്നിട്ട് ഒരു തൂണന്വേഷിച്ച് പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് 12 മണിക്ക്. തൂണൊന്നും കിട്ടുന്നില്ല. ഒരു ഹോട്ടലിലാണല്ലോ മേക്കപ്പ് ചെയ്യാൻ, കിട്ടുന്നില്ല. അപ്പം നോക്കുമ്പോൾ ശരത്തേട്ടൻ അവിടെ ഇരിക്കുന്നു. അച്ഛനൊന്നും ഇവിടെ ശരത്തേട്ടന് തൂണായിട്ട് അങ്ങനെ വേറെ ആരും ഇല്ല തൂണായിട്ട്. അപ്പോൾ ശരത്തേട്ടൻ ശരി. പക്ഷെ അതിൽ ശരത്തേട്ടന് വലിയ ഭാവാപരം പിന്നീട് ആരോ പറയുമ്പോഴാണ് ഞാൻ കാണുന്നത്. ദാറ്റ്സ് മൈ ഫേവറേറ്റ് വൺ. മേ ബി ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാവാം. കറന്റ്ലി മലയാള സിനിമയിലെ ഏറ്റവും നല്ലൊരു ഡാൻസർ എന്ന് തോന്നിയിട്ടുള്ളത് ആരാണ്? ഓർ ഈ അടുത്ത ഏതെങ്കിലും സിനിമയിൽ ഒരു ഡാൻസ് കണ്ടിട്ട് വാവ് ആയി തോന്നിയത് എന്തെങ്കിലും ഉണ്ടോ? മലയാള സിനിമയിൽ ഡാൻസേഴ്സ് എന്ന് വെച്ചാൽ സ്റ്റേജ് പെർഫോമൻസ് ആണ് ഉദ്ദേശിക്കുന്നത്? അത് ഏത് രീതിയിലും. സിനിമയിൽ എത്രയോ നല്ല ഡാൻസേഴ്സ് ഉണ്ട് മലയാള സിനിമയിൽ. എത്രയോ നല്ല ശോഭൻ ചേച്ചി എക്സലന്റ് ഡാൻസർ, മഞ്ജു, ലക്ഷ്മി ഗോപാലസ്വാമി, വിനീതേട്ടൻ, നവ്യ. അടുത്ത് പെർഫോം ചെയ്ത് പെർഫോമൻസസ് എന്തെങ്കിലും കണ്ടത്? കൊച്ചു പിള്ളേരൊക്കെ എല്ലാ കുട്ടികളും ഡാൻസ് ചെയ്യുള്ളൂ. എല്ലാ കുട്ടികളും, ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും. ഇപ്പം ക്ലാസിക്കൽ ഡാൻസിൻ്റെ സിറ്റുവേഷൻസ് മലയാള സിനിമയിൽ വളരെ കുറവാണ്. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഇപ്പോൾ കാണുന്നില്ലെങ്കിലും ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും ഡാൻസ് ചെയ്യുന്നുള്ളതാണ് ഞാൻ അത്ഭുതത്തോടെ കാണാറുണ്ട്. എല്ലാ കുട്ടികൾക്കും ആ ഒരു റിത്തമുണ്ട്, ആ മൂവ്മെൻറ്റ്സിന് ഗ്രേസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം എന്താ പറയുക, ഓക്കെ. ഏതായാലും നമ്മൾ ശരത്തേട്ടനെ പറ്റി, ഹസ്ബൻഡിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് തന്നെ ഞാൻ വാലന്റൈൻസ് ഡേക്ക് വേണ്ടി ഒരു മുഴം മുമ്പേ എറിയുകയാണ്. നിങ്ങൾ അത്യാവശ്യം ഒരു ലവ് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പോൾ അന്തക്കാലത്ത് ആദ്യമായിട്ട് ഐ ലവ് യു പറഞ്ഞപ്പോൾ തിരിച്ച് താങ്ക് യു പറഞ്ഞ ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതേ ആളുകൾ തന്നെയാണ് പിന്നീട് എന്താ പറയുക, മക്കൾക്ക് ഭയങ്കര എന്താ പറയുക റോൾ മോഡലായ ലവ് ബേർഡ്സ് ആയതും ഇപ്പോഴും ആയിട്ടുള്ളത്. മോൾക്ക് കല്യാണം കഴിക്കുമ്പോൾ അച്ഛനെയും അമ്മയും പോലെ ആവണം എന്നൊക്കെ പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇത്രയും വർഷം കട്ട് ടു ദീസ് മെനി ഇയേഴ്സ് ലേറ്റർ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്? നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല. വി ഷുഡ് എക്സ്പ്രസ് ലവ്. യു ഷുഡ് ടെൽ, യുനോ, ഇഫ് യു നന്നായിട്ടുണ്ടെങ്കിൽ യു ലുക്ക് ഗുഡ് എന്നൊരു അപ്രീസിയേഷൻ പറയണം. അല്ലെങ്കിൽ എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ ഐ ലവ് യു എന്ന് പറയണം. മിസ് യു ആണെങ്കിൽ ഐ മിസ് യു എന്ന് പറയണം എന്ന് ഉള്ള ഒരു കപ്പിളാണ്. എക്സ്പ്രഷനിൽ ഭയങ്കരമായിട്ട് മനസ്സിൽ തോന്നുന്നത് പറയണം, അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെക്കരുതെന്ന് പറയുന്ന ഒരു കപ്പിളാണ്. വി ആർ വെരി മച്ച് ഇൻ ലവ്. ഇപ്പോൾ 30 years ആയി എന്നൊന്നും ഒരിക്കലും തോന്നാറില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഒരു മധുരം കൂടിയിട്ടേ ഉള്ളൂ. പറയാൻ ടച്ച് വുഡ്, മധുരം കൂടിയിട്ടേ ഉള്ളൂ. വളരെ റൊമാൻറ്റിക് ആണെങ്കിൽ ഇപ്പോൾ ഇവരെ നമ്മളെ കളിയാക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക അയ്യോ ഇവരൊക്കെ ചുറ്റുമുണ്ട്, അത്രേ ഉള്ളൂ. വി ആർ വെരി കംഫർട്ടബിൾ ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളതാണ്. മെയിൻലി ഒരു മോർ ദാൻ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ കല്യാണത്തിനെ പറ്റി എല്ലാവരും പറയും യു നീഡ് ടു അഡ്ജസ്റ്റ് വിത്ത് യുവർ പാർട്ട്ണർ. മോർ ദാൻ ദാറ്റ് ഐ ഓൾവേസ് ഫീൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് യുവർ പാർട്ട്ണർ. അവർക്ക് എന്തെങ്കിലും ഇഷ്ടങ്ങളോ മോഹങ്ങളോ അല്ലെങ്കിൽ ഇപ്പം അങ്ങോട്ട് വൈസ് വേഴ്സ, 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലും അതിനൊരു ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ, ഒരു പുഷ് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് പറക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും, ബോത്ത് സൈഡ്സ്. സോ അതൊരു
അങ്ങനെ ആവണമെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആവാൻ നമ്മൾ ഈച്ചതർ ശ്രമിക്കുന്നതുകൊണ്ടായിരിക്കാം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ സന്തോഷമായിട്ട് പോകുന്നുണ്ട്. ആശകളായിരം എന്നാണ് സിനിമയുടെ പേര്. ഇനി അടുത്ത ചോദിക്കുന്നത് ആശയുടെ ആശകൾ എന്താണെന്നുള്ളതാണ്. നടക്കാം നടക്കാതിരിക്കാം, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ്. ഇതിനു മുമ്പ് അഭിനയിച്ച ഒരു സിനിമയിൽ മറ്റൊരു ക്യാരക്ടർ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ? നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് അങ്ങനെ തോന്നിയിട്ടില്ല. ഓക്കെ. എന്നാൽ അഭിനയിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു മലയാള സിനിമയിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാനൊരു അവസരം കിട്ടിയിരുന്നു? അങ്ങനെ കുറേ സിനിമകൾ തോന്നിയിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊരു സിനിമ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നല്ല ക്യാരക്ടേഴ്സ് വരുമ്പം അയ്യോ അത് ഞാൻ ചെയ്തില്ലല്ലോ എന്നല്ല ആലോചിക്കുക. ഇറ്റ്സ് വണ്ടർഫുൾ ക്യാരക്ടർ, പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമ നല്ല കഥാപാത്രം കിട്ടിയിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് സിനിമകളുണ്ടാവും. ഒരെണ്ണം എനിക്ക് ഇപ്പോഴത്തെ സിനിമകളെക്കാൾ കൂടുതൽ പഴയ സിനിമകളൊക്കെയാണ് കൂടുതൽ തോന്നിയിട്ടുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശങ്കരാഭരണം പോലെയുള്ള സിനിമ, ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, മ്യൂസിക് റിലേറ്റഡ്, കുടുംബസമേതം പോലെയുള്ള ജയരാജ് സാറിൻ്റെ കുറേ ചിത്രങ്ങളുണ്ട്. അങ്ങനത്തെ ചിത്രങ്ങൾ കാണുമ്പോഴാണ് അങ്ങനെ ഒരു കുറച്ചുകൂടെ ഒരു പഴയ കാലത്തെ ഒരു മ്യൂസിക്കിൻ്റെയും നൃത്തത്തിൻ്റെയും ഒക്കെ ഒരു നാദമുള്ള സംസ്കാരമുള്ള സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യണമായിരുന്നു എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ കമലദളവും വരുമായിരിക്കും. കമലദളം അങ്ങനെ ഓഫ് കോഴ്സ് എന്നെ വിളിച്ച സിനിമ ചെയ്യാൻ പറ്റാതെ പോയൊരു സിനിമയാണ്. ഓഫ് കോഴ്സ് അതും ഒരു വിഷമം ഉണ്ടാവാം. ഓക്കെ. കുറച്ചുകൂടി നന്നായി ഡെലിവറി ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരു ഡയലോഗ് ഉണ്ടെങ്കിൽ? അങ്ങനെ എല്ലാ ഡയലോഗും തോന്നുന്നു. ഒരു ഡയലോഗൊന്നും പറയാനേ പറ്റില്ല. എനിക്കതിന് ഒരു 90% ഡയലോഗ്സ് നമുക്ക് തോന്നും അങ്ങനെയല്ലായിരുന്നു, കുറച്ചുകൂടെ ഡബ് ചെയ്യുന്ന സമയത്തോ കുറച്ചുകൂടെ ഒരു ഡബ് ചെയ്യുന്ന സമയത്തേ നമ്മൾ ചെയ്ത് തീർക്കാനുള്ളൊരു തിടുക്കമുണ്ടാവും. നമുക്ക് കഴിഞ്ഞോ എന്നുള്ള. പക്ഷെ അങ്ങനെ അല്ലാതെ അങ്ങനെ നമ്മുടെ സീനിയേഴ്സൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് പിന്നീട് മനസ്സിലാവുന്നത്. ഷുഡ് ടേക്ക് ടൈം. ഒരു സമയമെടുത്ത് ഒരു ഡയലോഗ് പറഞ്ഞാൽ അത് 3 പ്രാവശ്യം കേട്ട് നോക്കി, ഇഫ് ഇറ്റ് ഇസ് ഫൈൻ ആണ്, പിന്നെ എല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന് കേട്ട് നോക്കി, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ സീനിയേഴ്സൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ സിനിമകൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സിനിമ എന്നേ പറയാൻ പറ്റില്ല. ഓക്കെ. ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഫിലിം ലൊക്കേഷൻ? ഭയാനകം ഷൂട്ട് ചെയ്ത കുട്ടനാട് ഏരിയ. ഓക്കെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഏതെങ്കിലും ഒരു സിനിമയുടെ ഒരു റീമേക്കിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഏതെങ്കിലും ഒരു മലയാള സിനിമയുടെ റീമേക്കിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ക്യാരക്ടർ ചൂസ് ചെയ്യും? ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇതേ ചിത്രം തന്നെയാണ്. ശങ്കരാഭരണത്തിലെ മഞ്ജു ഭാർഗവി മാം ചെയ്ത കഥാപാത്രം കിട്ടിയാൽ ഡൺ. ആശകളായിരത്തിലൂടെ ആഗ്രഹിച്ച ആശകളെല്ലാം ആശാ ശരത്തിന് സഫലീകരിക്കാൻ പറ്റട്ടെ. നമ്മളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു ക്യൂട്ട് സ്വീറ്റ് ഫാമിലി ഡ്രാമ. അതിനിടയിൽ ഇനി എന്തൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഏതായാലും നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു. ആശാ ശരത്തിനെ കാണാൻ പറ്റിയതിൽ, പ്രൊഫസർ ജയന്തിയെ കാണാൻ പറ്റിയതിൽ എൻ്റെ അമ്മ പ്രത്യേകം പറയണം എന്ന് പറഞ്ഞു. ഭയങ്കര ഫാനാണ്. നമ്മൾ ഫുൾ ഫാമിലി ആയിട്ടിരുന്ന് കണ്ടുകൊണ്ടിരുന്ന സീരിയലാണ് ആ സമയത്തൊക്കെ, കുങ്കുമപ്പൂ ഒക്കെ. അപ്പോൾ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിലും എനിക്ക് വീണ്ടും ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട അന്തരീക്ഷമാണ്. എനിക്ക് ഭയങ്കരമായിട്ടുള്ള നൊസ്റ്റാൾജിക്കാണ്. ഈ ഒരു റേഡിയോ മൈക്കും ഹെഡ്ഫോൺസും ഒക്കെ കാണുമ്പോൾ പഴയ ഓർമ്മകൾ വരുന്ന ഒരാളാണ്. ഇങ്ങനൊരു അന്തരീക്ഷത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവരും പോയിട്ട് February 6th ആശകളായിരം കാണണം. യു ഓൾസോ പ്ലീസ് വാച്ച് കവിത. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എല്ലാം.